ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. 2018 അത്യാവശ്യം നല്ല ഹൈപ്പോടുകൂടി ഇനീഷ്യൽ ഫേസിൽ ലോഞ്ചായ ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ മരാഡ്സോ എന്ന് പറയുന്ന ഈ ഒരു MPV. പക്ഷെ നമുക്കറിയാം ഈ വാഹനത്തിൻ്റെ അവസ്ഥ എന്തായി എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ വളരെ മോശം സെയിൽസാണ് ഈ ഒരു വാഹനം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടാണെങ്കിലും അങ്ങനെ ഭയങ്കര വലിയ സെയിൽസ് ഒന്നും ഈ വാഹനത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ മഹീന്ദ്രയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഈ വാഹനത്തിൻ്റെ പേര് റിമൂവ് ആയിട്ടുണ്ട്. അത് ഗ്ലിച്ചാണോ അതോ അവർ ശരിക്കും ഈ വാഹനം നിർത്തലാക്കിയതാണോ എന്നിപ്പോഴും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു വെബ്സൈറ്റിൽ നിന്ന് റാൻഡമായിട്ട് റിമൂവ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു 90% ചാൻസ് ഉള്ളതും അവർ ഈ വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ സെയിൽസ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനം വളരെ പൂറായിട്ടാണ് കുറേ കാലമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ വാഹനത്തിൻ്റെ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ഇനീഷ്യൽ ഫേസിൽ മഹീന്ദ്രയുടെ പിനിൻഫെറിന ഡിസൈൻ സ്റ്റുഡിയോ ഒക്കെ ഉള്ള കൊളാബറേഷനിലാണ് ഈ വാഹനം അവർ ഡിസൈൻ ചെയ്തത്. പക്ഷേ എന്നാൽ ഷാർക്ക് ഇൻസ്പയർഡ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞവർ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല. കൂടുതൽ ആൾക്കാർക്കും ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് ബാക്കിലേക്ക് വരുമ്പോഴൊക്കെ എന്തോ ഒരു വിയേർഡ് ഷേപ്പ് പോലെയൊക്കെ ആയിരുന്നു ഈ വാഹനത്തിന് ഉണ്ടായിരുന്നത്. പിന്നെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യയിലെ SUVസിൻ്റെ ഒരു റിവല്യൂഷൻ തുടങ്ങിയായിരുന്നു. എങ്ങനത്തെ വണ്ടി ഇറക്കിയാലും ലാസ്റ്റ് പേരിൽ SUV എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അന്ന് പക്ഷേ ഈ ഒരു ചേഞ്ച് വരാൻ തുടങ്ങിയ സമയമാണ്. ഇപ്പോൾ MPV എന്നുള്ളൊരു പേരിൽ അവർ ഈ വണ്ടി ഇറക്കി. ആൻഡ് ആ സമയത്ത് ആൾക്കാർ SUV വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ MPVs ഒക്കെ പതുക്കെ ഔട്ട്ഡേറ്റഡ് ആയി വരാൻ തുടങ്ങിയ ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ വാഹനം അങ്ങനെ അധികാരം ശ്രദ്ധിച്ചില്ല. ഇത് തന്നെ അവർ SUV ആയിട്ട് ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സക്സസ്ഫുൾ ആയേനെ. പിന്നെ ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് കാണുമ്പോൾ ഇതൊരു MPV ആയിട്ട് തോന്നും. പക്ഷേ ഇതൊരു സാധാരണ MPV അല്ല. വേൾഡിലെ ആദ്യത്തെ കൺസ്ട്രക്ഷനാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ബേസിക്കലി ഒരു ലാഡർ ഫ്രെയിം ഷാസിയാണ് വരുന്നത്. പക്ഷേ അവർ ഈ വാഹനം ഫ്രണ്ട് വീൽ ഡ്രൈവ് ആക്കി. പൊതുവേ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ലാഡർ ഫ്രെയിം ഷാസിയിൽ വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും. ഈ വാഹനത്തിൻ്റെ എഞ്ചിനാണെങ്കിൽ പോലും ട്രാൻസ്വേഴ്സ്ലി മൗണ്ടഡ് ആണ്. ആൻഡ് ഇതൊക്കെ അവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അതായത് റിയർ വീൽ ഡ്രൈവ് നിന്ന് ഫ്രണ്ട് വീൽ ഡ്രൈവിലേക്ക് ആക്കിയത് ഫ്ലോറിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് മിഡിൽ വരുന്നൊരു ടണൽ, അതിൻ്റെയൊക്കെ ഹൈറ്റ് കുറയ്ക്കുക, വണ്ടിയുടെ പ്രാക്ടിക്കാലിറ്റി കൂട്ടുക എന്ന് പറയുന്ന സംഭവത്തിലാണ്. പക്ഷേ ഇതുവരെ ആരും ശ്രമിക്കാത്ത ഒരു സംഭവമാണ് മഹീന്ദ്ര ഇതിനകത്ത് ട്രൈ ചെയ്തത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവരിങ്ങനത്തെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള കൺസ്ട്രക്ഷൻ കൊണ്ടുവന്നിട്ട് പോലും അധികം ആൾക്കാർ ശ്രദ്ധിച്ചില്ല. അതിപ്പോൾ അവർക്ക് മാർക്കറ്റ് ചെയ്യാനും പറ്റില്ല. കാരണം ഞങ്ങൾ ഇങ്ങനൊരു വ്യത്യസ്തമായ കൺസ്ട്രക്ഷനാണ് പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ആരും ശ്രദ്ധിക്കുക പോലും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റാവുന്ന രീതിയിൽ ഷാർക്ക് എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റ് ചെയ്തു. പക്ഷേ ആൾക്കാർ അപ്പോഴും ശ്രദ്ധിച്ചില്ല. ഈ വാഹനത്തിൽ അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ മഹീന്ദ്ര ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളായിരുന്നു. ഇതിനകത്ത് ഫോർഷ്ഡ് അലൂമിനിയം സസ്പെൻഷൻ കോമ്പണൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് റോ പാസഞ്ചേഴ്സിൽ വന്നിരുന്ന AC വെൻസിൻ്റെ ആ ഒരു ലേഔട്ടൊക്കെ വളരെ ഡിഫറൻ്റ് ആയിരുന്നു. അതിൻ്റെ ഒരു ടണൽ പോകുന്ന നടുവിക്കൂടെ അതുപോലെ നമുക്ക് കുറേ വെൻസൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതിൽ തന്നെ അവർ 2 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്, ഡിഫ്യൂസ് ചെയ്യാനും അതുപോലെ ഡയറക്റ്റായിട്ട് വരാനും. അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ACയിൽ വരുന്ന ഒരു ഫ്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഡിഫ്യൂസിലാണെങ്കിൽ അത് ഒറ്റയടിക്ക് നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിൽ വരില്ല, കുറച്ചൊക്കെ ഡിഫ്യൂസ്ഡ് ആയിട്ട് നമ്മുടെ ഒരു ക്യാബിൻ നന്നായിട്ട് നടക്കുന്ന രീതിയിൽ വരും. ഇനി അതല്ല ഫേസിലേക്ക് അടിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ ബേസിക് ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് അവർ കൊടുത്തിരുന്നു. 2018 സ്റ്റാൻഡേർഡ്സിൽ ആലോചിക്കണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഇപ്പോഴത്തെ സമയത്ത് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാന്ന് തോന്നും. പിന്നെ ഈ വണ്ടി എന്തിനാണ് അവർ ഇത്രയും ഡ്രാഗ് ചെയ്ത് 2024 വരെ കൊണ്ടുവന്നത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമ്മളിപ്പം സെയിൽസ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ഒരു വർഷത്തെ സെയിൽസ് കാണിച്ചു തരാം. കഴിഞ്ഞ ഒരു വർഷത്തിൽ വെറും 721 വാഹനങ്ങളാണ് മഹീന്ദ്രയ്ക്ക് ഈ വണ്ടി ടോട്ടൽ വിൽക്കാൻ പറ്റിയത്. അതായത് ജൂൺ 2023 മുതൽ മെയ് 2024 വരെയുള്ള ടൈം ഫ്രെയിമിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആവറേജ് ഒരു മാസത്തെ സെയിൽ നോക്കുകയാണെങ്കിൽ അതും 60 ആണ്. ഇതിന് കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടിയത് 144 യൂണിറ്റ്സ് തന്നെയാണ് സെപ്റ്റംബർ 2023. ഏറ്റവും കുറവ് സെയിൽസ് കിട്ടിയത് കഴിഞ്ഞ മാസം, അതായത് മെയ് 2024 അത് വെറും 16 വാഹനങ്ങൾ സെയിലായിരുന്നു ഇതിന് കിട്ടിയത്. ഇത്രയും ലോ സെയിൽസ് ഉള്ള ഒരു വാഹനം ഇനിയിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതിലും അർത്ഥമൊന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഈ വാഹനത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഡിഫറൻ്റ് ആണ്. അവർ ഈ 16 15 വണ്ടികളൊക്കെ ഒരു മാസം ഉണ്ടാക്കാനായിട്ട് ഇതിപ്പം ഇതിനൊരു വേറെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ ഇട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇതിൻ്റെ അകത്ത് വരുന്ന എഞ്ചിൻ ഓപ്ഷൻസും ട്രാൻസ്മിഷൻ ഓപ്ഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ മഹീന്ദ്രയുടെ ഒരു ടിപ്പിക്കൽ സ്വഭാവം വെച്ച് എല്ലാ വണ്ടിക്കും വ്യത്യസ്തമായിട്ടുള്ള എഞ്ചിൻ ട്യൂണിങ് കൊടുക്കും. ഇപ്പോൾ ഈ വണ്ടിക്ക് തന്നെ 120 PS പവറും 300 Nm ടോർക്കുമാണ് വരുന്നത്. പക്ഷേ നമ്മൾ XUV 3X അല്ലെങ്കിൽ XUV 300 ആ വണ്ടി എടുക്കുകയാണെങ്കിൽ സെയിം എഞ്ചിനാണ്, 115 PS പവറും 300 Nm ടോർക്കുമാണ് ആ ഒരു വാഹനത്തിൽ വരുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചെറിയൊരു ട്യൂണിങ് ഡിഫറൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ പെട്രോൾ എഞ്ചിൻ ഒന്നും അവൈലബിൾ അല്ല. അത് ഇവരുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ഇനീഷ്യൽ ഫേസിൽ അവർ പെട്രോൾ കൊടുത്തില്ല, ഡീസൽ മാത്രമേ കൊടുത്തോളൂ എന്നുള്ളത് ഓക്കെ. പക്ഷേ BS6 കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ വാഹനത്തിന് പെട്രോൾ എഞ്ചിൻ തീർച്ചയായും കൊടുക്കേണ്ടതായിരുന്നു. അവർക്ക് പെട്രോൾ എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് XUV 300 ആ സമയത്ത് 1.2 ലിറ്റർ ടർബോ പെട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും വലിയ വണ്ടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരവസ്ഥ അവിടെ നമുക്ക് ചോദ്യചിഹ്നമായിട്ട് വരും. പിന്നെ അവർക്ക് 2 ലിറ്റർ സ്റ്റൈലിംഗ് പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അത് വേണമെങ്കിൽ
പറ്റുമെങ്കിൽ കൊടുക്കാം. പക്ഷേ ചിലപ്പോൾ അത് ഇത്തിരി ഓവർ പവർഡ് ആയിട്ട് തോന്നിയതുകൊണ്ടായിരിക്കും അവർ കൊടുക്കാണ്ടിരുന്നത്. കൊടുക്കാതിരിക്കാനുള്ള റീസൺസ് നമുക്ക് വേണമെങ്കിൽ പറയും. ഈ രണ്ട് സംഭവങ്ങളുണ്ട്. കാരണം ഇവർക്ക് 1.5 ടർബോയോ അങ്ങനത്തെ 1.5 സീരീസിൽ വരുന്ന എഞ്ചിൻസ് ഒന്നും പെട്രോളിൽ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും. പക്ഷെ അത് ശരിക്കും നെസസറി ആയിരുന്നു ഈ സെഗ്മെൻറ്റിൽ. ഇനിയിപ്പോൾ പെട്രോൾ അവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല, വിട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അറ്റ്ലീസ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക് എങ്കിലും അവർക്ക് കൊടുക്കാമായിരുന്നു. ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും എല്ലാ ആൾക്കാരും ഇത്രയും വലിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഓടിക്കാനുള്ള ഒരു ഹാസൽ ഫ്രീ എക്സ്പീരിയൻസ് കിട്ടാൻ ഡീസൽ ഓട്ടോമാറ്റിക്കാണ് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴും മഹീന്ദ്ര സ്റ്റിൽ മാനുവൽ വണ്ടി മാത്രമാണ് ഓഫർ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഡീസൽ ഓട്ടോമാറ്റിക്കിലെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇത്തിരി കൂടെ ആൾക്കാർ വാങ്ങിയേനെ. ഇപ്പോഴും ഈ വാഹനത്തിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഒന്നും ഇല്ല, ഡീസൽ മാനുവൽ മാത്രമാണ് വരുന്നത്, അതും ഈ എഞ്ചിൻ വെച്ച് തന്നെ. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ഈ വാഹനത്തിൻ്റെ ഓഡിയൻസ് വളരെ കുറവായിരിക്കും. ഈ വാഹനം നമ്മുടെ പഴയ സൈലോയുടെ ഒരു സക്സസറാണ് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സൈലോ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലി അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ടാക്സി യൂസ് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു വണ്ടിയായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ അകത്ത് 2.2 MHz ഒക്കെ ആയിരുന്നു അവർ കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു വണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇതിലോട്ട് വന്നപ്പോഴേക്കും അവർ ഡിസൈൻ വൈസൊക്കെ അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി സ്പേസ് കുറച്ചുകൊണ്ട് ബെറ്റർ ആക്കി. ഈ വാഹനത്തിന് സ്പേസ് മാനേജ്മെൻറ്റും കംഫർട്ടും റൈഡ് ക്വാളിറ്റി അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ല വാഹനമായിരുന്നു. പിന്നെ ഫാമിലി വൈസ് ട്രാവലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതും നല്ലതായിരുന്നു. മൈലേജ് 1.5 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് സഫീഷ്യൻറ്റ് മൈലേജ് തന്നെ കിട്ടുമായിരുന്നു. ലാഡർ ഫ്രെയിം ആയതിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ഒന്നും അത്ര നല്ലതല്ല. അതുകൊണ്ട് പിന്നെ ലാഡർ ഫ്രെയിം ആയതിൻ്റെ രീതിയിലുള്ള ഒരു ചെറിയ ലംബിനെസ് ഒക്കെ ഇതിൻ്റെ റൈഡിലുണ്ടായിരുന്നു ഹൈ സ്പീഡ് പോകുന്ന സമയത്ത്. പിന്നെ ഒബ്വിയസ്ലി ലാഡർ ഫ്രെയിം എല്ലാം മോണോക്കോക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ മൈലേജ് കിട്ടിയേനെ. കാരണം ഇതിന് ബോഡി വെയിറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് ലാഡർ ഫ്രെയിം ആയതുകൊണ്ട്. ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മഹീന്ദ്ര അല്ലായിരുന്നു പണ്ടത്തെ മഹീന്ദ്ര. പണ്ടത്തെ മഹീന്ദ്ര മീൻസ് അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ വണ്ടികൾ ഉണ്ടായിട്ടുണ്ട്. സ്കോർപ്പിയോ, ബൊലേറോ, അതുപോലെ XUV 500 ഇതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വണ്ടികൾ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഏത് വണ്ടി ഇറക്കാനും ഹിറ്റാവുകയാണ്. XUV 3XO വലിയൊരു ഹിറ്റായി. അതിന് മുമ്പൊക്കെ സ്കോർപ്പിയോൻ വലിയ ഹിറ്റായിരുന്നു. XUV 700 വളരെ വലിയ ഹിറ്റാണ്. അതുപോലെ മഹീന്ദ്ര താറാണ് അവരുടെ ഈ ഒരു ഫേസ് സ്റ്റാർട്ട് ചെയ്തത്. അതും വളരെ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. ഈ വർഷം ഇനിയിപ്പോൾ പുതിയ താറിൻ്റെ 5 ഡോർ വേർഷൻ അർമഡ എന്നായിരിക്കും എൻ്റെ പേര്, ആ വണ്ടി വരുന്നുണ്ട്. അതും ഉറപ്പായിട്ടും വലിയൊരു സക്സസ് തന്നെയായിരിക്കും. പക്ഷേ പണ്ട് അവരിറക്കിയാൽ നമ്മുടെ KUV 100, പിന്നെ നമ്മുടെ മറാഡ്സോ, അതുപോലെ TUV 300 അങ്ങനെ കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. TUV പിന്നെ അവർ പേര് മാറ്റിയപ്പോൾ ശരിയായി. ബൊലേറോ നിയോ എന്ന് പറഞ്ഞ പേര് കൊടുത്തപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരെ വണ്ടി വാങ്ങാൻ തുടങ്ങി. TUV എന്ന് പറഞ്ഞ പേരായിരുന്ന സമയത്ത് ആർക്കത് വേണ്ടായിരുന്നു. എനിവേ ഇനിയിപ്പോൾ നമ്മുടെ മറാഡ്സോയുടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മഹീന്ദ്ര വണ്ടികൾ റിവൈവ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നൊരു കമ്പനി ആയതുകൊണ്ട് ഈ സെയിം വണ്ടി തന്നെ അവർക്ക് XUV 700 താഴെ ഒരു ക്രെറ്റ റൈവൽ പോലത്തെ SUV ആയിട്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആകുമായിരിക്കും. മഹീന്ദ്രയ്ക്ക് ഇപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ വേറെ വണ്ടിയൊന്നും അവൈലബിൾ അല്ല. അതിൻ്റെ താഴത്ത് XUV 3XO ഉണ്ട്. അതിൻ്റെ മുകളിൽ സ്കോർപ്പിയോ, XUV 700 അങ്ങനത്തെ വണ്ടികൾ മാത്രമേ വരുന്നുള്ളൂ. ക്രെറ്റ, സെൽട്ടോസ് അതിൻ്റെയൊക്കെ കോമ്പറ്റീഷനിലൊരു വണ്ടി പോലെ വേണമെങ്കിൽ അവർക്ക് ഇറക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സിട്രോനൊക്കെ C3 എയർക്രോസിൻ്റെ അകത്ത് 7 സീറ്റർ ലേഔട്ട് കൊടുത്ത പോലെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഈ വണ്ടി സക്സസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇറക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇനിയിപ്പം SUV എന്ന് പറഞ്ഞൊരു നെയിം പ്ലേറ്റിൽ ഇറക്കിയാൽ മാത്രമേ വണ്ടി വിജയിക്കുകയുള്ളൂ. അല്ലാണ്ട് MPV ആയിട്ട് ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ഫ്ലോപ്പ് ആവാൻ തന്നെയാണ് പോകുന്നത്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.